നമസ്കാരം. ചെന്താമര എന്ന ക്രിമിനലിന് പകരം വയ്ക്കാൻ മറ്റൊരു ക്രിമിനൽ തൽക്കാലം കേരളത്തിലില്ല. കൊടും കുറ്റവാളികളെ വിശേഷിപ്പിക്കാൻ നമ്മൾ ഗോവിന്ദച്ചാമിയുടെ വാക്കാണ് ഇതുവരെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇനി ചെന്താമര എന്ന് പറയേണ്ടി വരും. പോലീസ് പിടിയിലായ ചെന്താമരയ്ക്ക് അല്പം പോലും കൂസലില്ല എന്ന് പോലീസ് പറയുന്നു. ലവലേശം കുറ്റബോധമില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ചെന്താമര അതീവ സന്തുഷ്ടനാണ്. തൻ്റെ മുമ്പിൽ ഇനി ഇരുട്ടാണ്, ശൂന്യതയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെന്താമര ഈ പണിക്കിറങ്ങിയത്. ചെന്താമര ലക്ഷ്യം സാധിച്ചതിൽ അടിമുടി സന്തുഷ്ടനാണെന്ന് പോലീസ് പറയുന്നു. പോലീസിന് നൽകിയ മൊഴിയിൽ ചെന്താമര പറഞ്ഞത്, ഞാൻ കൃത്യമായൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കൊലക്കത്തിയെടുത്തത്. ആ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു. 3 പേരെയും, എൻ്റെ ജീവിതത്തിന് ഭീഷണി ഉയർത്തിയ 3 പേരെയും ഇല്ലാതാക്കി. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പോലീസിനെ ചെന്താമരയെ ചോദ്യം ചെയ്യാൻ ഒരു പ്രയാസവുമില്ല എന്നതാണ് വാസ്തവം. ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറയുന്നു. നേരത്തെ തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി പ്രത്യേക കൊടുവാൾ നിർമ്മിച്ചു വെച്ചിരുന്നു. ചെന്താമരയുടെ കയ്യിൽ മറ്റായുധങ്ങളുണ്ട്. ചെന്താമരയുടെ കയ്യിലിരിക്കുന്ന വാക്കത്തി ഭയന്നാണ് ഭാര്യ രക്ഷപ്പെട്ടത്. എന്നാൽ ഇത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടി കൊടുവാൾ പണിയിപ്പിച്ചതാണ്. അതിൻ്റെ പിടി ചെന്താമര തന്നെയാണ് ശരിയാക്കി വെച്ചത്. അതുകൊണ്ട് വെട്ടിവീഴ്ത്തുക, ഒരു കാരണവശാലും രക്ഷപ്പെടാതിരിക്കുക, കൊല്ലേണ്ടത് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും എന്ന് ചെന്താമര തീരുമാനിച്ചിരുന്നു. ചെന്താമര പറയുന്നു, തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് താൻ സുധാകരൻ്റെ പോക്കുവരവുകൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. സുധാകരൻ പുറത്തു വരുന്നത് എപ്പോഴാണ്, അപ്പോൾ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പുറത്തു വന്നപ്പോൾ താൻ പോയി വെട്ടിവീഴ്ത്തി. ഭാഗ്യത്തിന് അമ്മ കൂടി ഓടിയെത്തിയതുകൊണ്ട് കാര്യം എളുപ്പമായി. 2 പേരും കൊല്ലപ്പെട്ടതുകൊണ്ട് താൻ സന്തുഷ്ടനാണ്. അതിനുശേഷം നേരെ വീടിൻ്റെ പിറകുവശത്തുകൂടി പോത്തുണ്ടി മലയിലേക്ക് പോവുകയായിരുന്നു. 2019 സജിതയെ കൊന്നതിന് ശേഷവും പോത്തുണ്ടി മലയിലേക്ക് തന്നെയായിരുന്നു ചെന്താമര ഓടി രക്ഷപ്പെട്ടത്. അതാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്നത്. പോലീസ് എന്തുകൊണ്ട് തിരുപ്പതിയിലും കോയമ്പത്തൂരിലുമൊക്കെ പോയി പരിശോധിച്ചപ്പോൾ, തിരുവമ്പാടിയിൽ പോയി ചുറ്റിക്കറങ്ങിയപ്പോൾ പോത്തുണ്ടി മലയിലേക്ക് കേന്ദ്രീകരിച്ചില്ല എന്ന ചോദ്യം ബാക്കിയാണ്. പോത്തുണ്ടി മലയിൽ കൃത്യമായി സുരക്ഷിതമായൊരു ഒളിത്താവളം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഡ്രോണുകളും മറ്റും വരുമ്പോൾ താൻ ശ്രദ്ധിച്ച് മാറി നിന്നിരുന്നു. ആനയ്ക്ക് മുമ്പിൽ പോലും താൻ ചെന്ന് പെട്ടിരുന്നു. തനിക്കിതിലൊന്നും ഒരു കൂസലുമില്ല. താൻ വളരെ കൃത്യമായി പദ്ധതിയിട്ട് ആസൂത്രണം ചെയ്തു. അവർ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് കൂസലില്ലാതെ ചെന്താമര പോലീസിനോട് പറഞ്ഞു. മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ചെന്താമര കാര്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ചെന്താമരയെ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് ഒരു ചോദ്യം ചോദിച്ചു. താങ്കൾക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിൽ എന്തെങ്കിലും ഉപദ്രവമുണ്ടായോ? ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായോ? ഒന്നുമില്ല, സംഭവിച്ചതിനൊക്കെ സന്തോഷം മാത്രം എന്ന് പറഞ്ഞ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു ചെന്താമര. മജിസ്ട്രേറ്റ് പറയാൻ അനുമതി കൊടുത്തപ്പോൾ, ഞാൻ ചെയ്ത കുറ്റം സമ്മതിക്കുന്നു. ഞാനാണ് 3 പേരെയും കൊന്നത്. ഞാനായിരുന്നു സജിതയെ കൊന്നത്. ഞാൻ തന്നെയാണ് ഇപ്പോൾ സുധാകരനെയും ലക്ഷ്മിയെയും കൊന്നത്. അവരെ കൊല്ലാൻ ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അതിന് പദ്ധതിയിട്ടതും ആസൂത്രണം ചെയ്തതും ഞാൻ ഒറ്റയ്ക്കാണ്. ആരും എന്നെ സഹായിക്കാനുണ്ടായിരുന്നില്ല. എനിക്കൊരു മകളുണ്ട്, അവൾ എഞ്ചിനീയറാണ്. മകനുണ്ട്, അവൻ ക്രൈംബ്രാഞ്ചിലാണ്. അവരുടെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ കുറ്റം ഞാനിതാ സമ്മതിക്കുന്നു. എന്നെ ശിക്ഷിക്കണം. എന്നെ 100 വർഷം തടവിലിടണം. എനിക്ക് ലക്ഷ്യം പൂർത്തിയാക്കിയത് കൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. വാസ്തവത്തിൽ മജിസ്ട്രേറ്റ് ആശയക്കുഴപ്പത്തിലായി എന്ന് തീർച്ചയാണ്. കാരണം രാജ്യത്തെ ഒരു നിയമമനുസരിച്ച് ഒരാൾ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അയാൾ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളെ ശിക്ഷിക്കുകയാണ്. ബാക്കി നടപടിക്രമങ്ങളൊന്നും നോക്കേണ്ടതില്ല. പ്രത്യേകിച്ച് കുറ്റപത്രം തയ്യാറാക്കി കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുമ്പോൾ കുറ്റം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ വിചാരണയിലേക്ക് പോവേണ്ടതില്ല. ഇവിടെ ചെന്നപ്പോൾ തന്നെ അയാൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജാമ്യത്തിന് അർഹതയില്ല. പോലീസ് ഇയാൾ പുറത്തിറങ്ങിയാൽ അപകടമുണ്ടാക്കും എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ജാമ്യം നിഷേധിച്ച് അയാളെ ജയിലിൽ അടച്ചു. അയാൾ പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുകയാണ്. എത്രയും വേഗം കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിച്ചാൽ, അയാൾ കുറ്റം സമ്മതിച്ചാൽ പിന്നെ ശിക്ഷ വിധിക്കാം. കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിട്ട് മജിസ്ട്രേറ്റ് മുമ്പിൽ വെച്ച് ഞാൻ കുറ്റം സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വിചാരണയുടെയോ തെളിവെടുപ്പിൻ്റെയോ ആവശ്യമില്ല എന്നതാണ് നിയമം. ചെന്താമരയുടെ മാനസികാവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ്. ഞാൻ കുറ്റം സമ്മതിക്കുന്നു, എൻ്റെ ദൗത്യം പൂർത്തിയായി, എനിക്കിനി ജയിലിൽ കഴിഞ്ഞാൽ മതി, നിങ്ങൾ എന്നെ 100 വർഷം ശിക്ഷിച്ചോളൂ എന്ന് മജിസ്ട്രേറ്റിനോട് തുറന്നു പറയുകയാണ് ചെയ്തത്. കൊലപാതക കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരാൾ പുറത്തിറങ്ങി മറ്റൊരു കൊലപാതകം നടത്തിയാൽ
അയാൾക്ക് വധശിക്ഷ ഉറപ്പാണ് എന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് വാസ്തവമല്ല. IPC 303 എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ആ സെക്ഷൻ അനുസരിച്ചായിരുന്നു ഇങ്ങനെയൊരു നടപടി പോലീസ് ചെയ്തിരുന്നത്. എന്നാൽ 1983 സുപ്രീം കോടതി ആ സെക്ഷൻ റദ്ദ് ചെയ്തു. അതോടുകൂടി ഒരാൾ കൊന്നതിൻ്റെ പേരിൽ ജയിലിലായിട്ട് പുറത്തിറങ്ങി വേറൊരാളെ കൊന്നു എന്നതിൻ്റെ പേരിൽ മാത്രം അയാൾക്ക് വധശിക്ഷ വിധിക്കാൻ അവസരമില്ല. എന്നാൽ വധശിക്ഷ വിധിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവ സാഹചര്യം വ്യക്തമാകുമ്പോഴാണ്. ഒരാളെ കൊന്ന കേസിൽ പ്രതിയായാൽ കുറ്റബോധമില്ലാതെ പുറത്തിറങ്ങി അയാളുടെ തന്നെ അടുത്ത ബന്ധുക്കളായി 2 പേരെ കൊല്ലുമ്പോൾ അത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമായി വിലയിരുത്തപ്പെടുകയും വധശിക്ഷ തന്നെ വിധിക്കുകയും ചെയ്യുമെന്ന് തീർച്ചയാണ്. പ്രത്യേകിച്ച് ചെന്താമരയ്ക്ക് പുറത്തിറങ്ങിയാലും ഒന്നും തന്നെ ചെയ്യാനില്ല എന്നതുകൊണ്ട്, ജയിലിൽ കിടക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് കുറ്റം വിചാരണ വേളയിലും സമ്മതിക്കുമെന്നതിനാൽ. എന്നാൽ പോലീസിന് ഒരുപാട് ജോലി ബാക്കിയുണ്ട്. കൊലപാതകം നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ, ശാസ്ത്രീയ തെളിവുകൾ, ഒളിവിൽ പോയതിൻ്റെ വിശദാംശങ്ങൾ അവിടെയെല്ലാം കൊണ്ടുപോയി തെളിവെടുപ്പൊക്കെ നടത്തി മാത്രമേ പോലീസിന് കൃത്യമായ നിഗമനത്തിലെത്തി കേസന്വേഷണം പൂർത്തിയാക്കാൻ കഴിയൂ. അന്വേഷണം വേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ ചെന്താമരയ്ക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇപ്പോൾ എന്നെ ശിക്ഷിക്കൂ എന്ന് പറയുന്ന ചെന്താമര തെളിവുകളില്ലാത്ത അവസ്ഥ വരുമ്പോൾ നിരപരാധിത്വം അവകാശപ്പെടുമെന്ന് പോലീസിനറിയാം. അതുകൊണ്ട് പോലീസ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മാത്രമേ ചെന്താമരയുടെ കേസുമായി മുമ്പോട്ട് പോകൂ. എന്നാൽ ഏറെ വൈകാതെ തന്നെ അന്വേഷണം പൂർത്തിയാക്കി തെളിവുകൾ ശേഖരിച്ച് വിചാരണ നടത്തി ചെന്താമരയെ ശിക്ഷിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. ചെങ്ങന്നൂർ ചെറിയനാട് കാരണവർ വധക്കേസിൽ 6 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ശിക്ഷിച്ചു എന്നോർക്കണം. ചെന്താമര 2019 നടത്തിയ ആദ്യ കൊലപാതകത്തിൻ്റെ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നതൊരു പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൊലപാതകത്തിന് പ്രചോദനമായി കാണും. എന്തായാലും ചെന്താമര ഒരു കുറ്റബോധവുമില്ലാതെ ലക്ഷ്യം സാധിച്ചവനെ പോലെ ആഹ്ലാദചിത്തനായി ജയിലിൽ കഴിയുകയാണ്. ചെന്താമരയ്ക്കറിയാം ഇനി താൻ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ടാണ് ചെന്താമര തന്നെ 100 വർഷം ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നത്.